ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ഞാൻ ലാസ്റ്റിൽ കാണിക്കാം, കാരണം കുറേ പിക്ചേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട ടാസ്കുകൾ ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ലാസ്റ്റിൽ അത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ക്ലീനിങ്ങിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കുട്ടികളുടെ പുറത്തേക്ക് ഇടുന്ന ടീഷർട്ട്സും പാൻസും, ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ അത്, പെൺകുട്ടികൾക്കാണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ്, കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ, പാർട്ടി വെയർ അല്ല ഉദ്ദേശിക്കുന്നത്, അത് ഓർഗനൈസ് ചെയ്യാൻ പോകും. ആദ്യം ഞാൻ കാണിച്ചതാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത ശേഷമുള്ള ഭാഗമാണ്. രണ്ടാമത് ഇപ്പോൾ കാണിക്കുന്നതാണ് മുൻപത്തെ ഒരു ഷേപ്പ്. ഇങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. ഇനി ഞാനത് ഓർഗനൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ ബാസ്ക്കറ്റിലൊക്കെ വെച്ചിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിലും ഈ ഷെൽഫിൻ്റെ ഒരു അളവിനൊന്നും കിട്ടണില്ല. മാത്രമല്ല സ്പേസ് അധികം വേസ്റ്റായി പോണ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ വെറുതെ മടക്കി മടക്കി മേൽപോട്ട വെച്ചിരുന്നത്. ഒരു 2-3 മാസമായിട്ട് അത് വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത്. പക്ഷേ എനിക്കതൊരു തൃപ്തി തോന്നിയില്ല. കാരണം എപ്പോഴും അത് എടുത്തെടുത്ത് ഫോൾഡ് ചെയ്ത് തിരിച്ചു വയ്ക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ തട്ടിമറിഞ്ഞും ഇങ്ങനെ പിള്ളേർ എടുക്കുന്ന കാരണം. അപ്പം ഞാനിത് കഴിഞ്ഞാൽ അത് വേറൊരു മെത്തേഡിൽ ഓർഗനൈസ് ചെയ്യണേ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് അറിയുന്നൊരു മെത്തേഡാണ്, പക്ഷേ അത് ഞാൻ ഷെൽഫിലൊരു ഇത് ചെയ്തിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഷെൽഫുകളിൽ ഡ്രസ്സുകൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തുണികളൊക്കെ ഒന്ന് എടുത്ത് ഫോൾഡ് ചെയ്തൊക്കെ ഒന്ന് കറക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ടൈം അതിന് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെൽഫ് എപ്പോഴും വൃത്തികേടായിരിക്കില്ല. കാരണം നമുക്ക് പലപ്പോഴും തുണികൾ ചിലപ്പോൾ ചിലതൊക്കെ അതിൽ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ അറിയാനും കൂടി ഉണ്ടാവില്ല ഈ ഡ്രസ്സുകളൊക്കെ അതിൽ ഇരിക്കുന്നുണ്ടെന്ന് മര്യാദയ്ക്ക് ഫോൾഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് നമ്മുടെ ഷെൽഫ് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ എടുത്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ അയണൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. വെറുതെ അലക്കിയ ശേഷം ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് ഒന്ന് തേച്ചിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ എന്താ ഷെൽഫിൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു കാർഡ്ബോർഡിൻ്റെ പീസുമ്മേ കുറച്ച് ബ്രൗൺ പേപ്പർ ഞാൻ കവർ ചെയ്തിട്ട് കറക്റ്റ് ആ ഷെൽഫിൻ്റെ ഹാഫിൽ വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം, വേണമെങ്കിൽ തട്ടിമറിഞ്ഞ് വീഴാതിരിക്കുക. ഞാൻ കറക്റ്റ് ഫിറ്റിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. മേലത്തെ ഷെൽഫിൽ പാൻസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികളുടെ 2 പേരും തിരിച്ച് വെച്ചിരിക്കണേ. തൊട്ട് താഴെയുള്ള ഷെൽഫിൽ കണ്ടില്ല ടീഷർട്ട്സ് ഇതുപോലെ ചെരിച്ച് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഭയങ്കര ഫേമസ് ആണ്. ബാസ്ക്കറ്റിൽ വെച്ചിട്ടും നമ്മൾ അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ബാസ്ക്കറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഡ്രസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാർട്ടീഷൻ തിരിച്ച് വെക്കാം. വേണമെങ്കിൽ ഇനി ഇടയിൽ പാർട്ടീഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടില്ല. ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ പീസ് എടുക്കുമ്പോഴും നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല തിരിച്ച് വെക്കാൻ ഈസിയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഡ്രസ്സുകൾ നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇടയിലേക്ക് വീണ് പോണ പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല പെർഫെക്റ്റ് മെത്തേഡാണ് ടീഷർട്ടിന്. അയൺ ചെയ്ത് വെക്കുമ്പോൾ അത്ര പോരാ, കാരണം ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. അയൺ ചെയ്യാതെയാണ് നിങ്ങൾ വെക്കണതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ നല്ല കറക്റ്റായിട്ട് ഇരിക്കും. കാണാൻ ഡ്രസ്സുകൾ പെട്ടെന്ന് നമുക്ക് കാണും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ്. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്ന് വരുന്നത് ബുക്സ്, ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കലാണ്. ന്യൂ ജനറേഷൻ പാരൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് ഞാൻ വായിക്കുന്നത്. അത് ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഒരു സാറ് തന്നൊരു ബുക്കാണ്. വളരെ നല്ലൊരു പുസ്തകമാണ്. എനിക്കറിയില്ല ഷോപ്പുകൾ അങ്ങനെ കിട്ടുമെന്ന്. ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ മേടിച്ചതാണത്. അപ്പോൾ നിങ്ങളും ഇന്ന് കുറച്ച് ടൈം ബുക്ക് വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ചിലവരങ്ങനെ ബുക്ക് വായിക്കാൻ ടൈം കണ്ടെത്താത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ടൈം ഒന്നൊരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. കാരണം പലപ്പോഴും നമ്മൾ ഫോണിലും അല്ലെങ്കിൽ വേറെ തിരക്കുകളിലൊക്കെ പെട്ട് വരുമ്പോൾ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വായിക്കും, ടി വിയൊക്കെ കാണുന്നുണ്ടെങ്കിലും നല്ല ബുക്സൊക്കെ വായിക്കാൻ നമ്മൾ ടൈം കണ്ടെത്താറില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ടാസ്ക്. ഏതെങ്കിലും ഒരു ബുക്ക് കുറച്ച് ടൈം വായിക്കുക. തുടക്കത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടില്ല, ശ്രദ്ധ കിട്ടില്ല അതിലേക്ക്. പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ശ്രദ്ധ വരും. ഇനി മൂന്നാമത്തത് നമ്മുടെ ക്രാഫ്റ്റാണ്. ക്രാഫ്റ്റിന് ശേഷം കുട്ടികളുടെ അയച്ചെന്ന ക്രാഫ്റ്റുകൾ ഉണ്ട് കേട്ടോ, പിക്ചർ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രാഫ്റ്റ് എന്താ വെച്ചാൽ, ഒരു ഹാർട്ടിൻ്റെ ഡിസൈനിൻ്റെ ഒരു ക്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ലവിൻ്റെ ഡിസൈൻ നിർത്തി കാണിച്ചിട്ട്, ലവിൻ്റെ ഡിസൈനാണത്. ആ ലവിൻ്റെ ഡിസൈന് നമ്മൾ ഈ പേപ്പറിൽ വയ്ക്കുക. നിങ്ങളുടെ സൈഡിലേക്ക് തിരിച്ചിട്ട് വെച്ചേ. ഓക്കെ, അത് സെൻറ്ററിൽ വെച്ചിട്ട് അതുമ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ളൊരു സംഭവം വയ്ക്കുക. ഇതും ഓക്കെ. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോണത് ബ്രഷ് വെച്ചിട്ടൊന്നും നല്ല ഇതുമ്മ. നമ്മളെന്താ പെയിൻറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പാത്രം കഴിക്കണ സ്പോഞ്ചില്ലേ, ആ സ്പോഞ്ചുമ്പോൾ നമ്മൾ ലേശം പെയിൻ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടതുമാതിരി അല്ല, ഈ പെയിൻറ്റ് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വരുന്ന ഡിസൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലവിൻ്റെ ചുറ്റും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറെ എവിടെയും ചെയ്യരുത് കേട്ടോ. ഈ ക്രാഫ്റ്റ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സ്പോഞ്ചും പെയിൻറ്റും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ സ്റ്റാറിൻ്റെയോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റും കളർ പെൻസിൽ കൊണ്ടോ സ്കെച്ച് കൊണ്ടോ അടിച്ചു കൊടുക്കാം. ആ ഷേപ്പ് മൂവ് ചെയ്യാതിരുന്നാൽ മതി. അതിൻ്റെ ചുറ്റും ചെയ്യാണ്
ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസൈൻ സെൻറ്ററിൽ പ്ലെയിൻ ആയിട്ട് വരുള്ളൂ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറ്റണില്ലാന്നുണ്ടെങ്കിൽ പെൻസിലോട് ജസ്റ്റ് ലവ് വരച്ച് കൊടുത്തിട്ട് ചുറ്റും അവരോടൊന്ന് എന്തെങ്കിലും ഡിസൈൻസ് കളർ ചെയ്യാൻ പറഞ്ഞാലും മതി. ഇതാണ് ശരിക്കും അതിൻ്റെ ചെയ്യേണ്ട രീതി എന്ന് മാത്രം. അപ്പോൾ നമ്മളതിങ്ങനെ ആ ലവിൻ്റെ ഡിസൈൻ മാറ്റുമ്പോൾ അതിൻ്റെ ഡിസൈൻ അവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ അവിടെ വരും. കുട്ടികൾ ചെയ്ത കാരണം അത്രയും പെർഫെക്ഷൻ ആയിട്ടില്ല, എന്നാലും പിന്നെ അവർക്കൊരു സന്തോഷം. അപ്പോൾ ആ സ്പോഞ്ച് പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഡിസൈൻ വരും. അപ്പോൾ ഇന്ന് ചെയ്ത ക്രാഫ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാ? വാ, ഇതിനെന്തൊരു പേരിടാ? ഇതിന് നമ്മൾ സ്പോഞ്ച് ലവ് എന്നാണ് പേര്. സ്പോഞ്ച് ലവ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇങ്ങനെ വല്ല ചരടങ്ങാലും ഇട്ടിട്ട് വേണമെങ്കിൽ ചുമരുമ്പോൾ തൂക്കിയിട്ടെങ്കിൽ തൂക്കിയിടാം, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ചെയ്യാട്ടോ. നമ്മൾ സ്റ്റാറോ അതേപോലെ തന്നെ സർക്കിളോ സ്ക്വയറോ ഇഷ്ടമുള്ളത് ചെയ്യാം. പെയിൻ്റ് ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത്തിരി കൂടി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ സ്പോഞ്ച് പതുക്കെ പ്രസ് ചെയ്തോളൂ രണ്ടാളും. ഓക്കെ. ഇങ്ങനെ കുറേ അമർത്തരുത് കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്രാഫ്റ്റൊക്കെ ഇഷ്ടമായില്ലേ? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന പിക്ചേഴ്സിന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞു വാവയുടെയാണ്. കാരണം ഏറ്റവും ചെറിയ മോള് പിക്ചേഴ്സ് അയച്ചത് അവളാണ്. ഫാത്തിമ ഷൻസയുടെ ചെയ്തിട്ടുള്ള കപ്പ് കൊണ്ട് നമ്മൾ ചെയ്തില്ലേ ചാലഞ്ചിൽ, ആ ക്രാഫ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ബട്ടർഫ്ലൈനെയും ഒരു പൂച്ചക്കുട്ടീനെയും. നല്ല രസമുണ്ട്, അവളിത് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പിങ്കി സുനിലാണ് അയച്ചിരിക്കുന്നത്. പിങ്കി സുനിൽ ആ നെയിമെന്ന് എനിക്ക് കറക്റ്റ് തോന്നുന്നു. 2 പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ക്രാഫ്റ്റും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ധന്യ ജിജോയുടെ മോള് നിഹാരി ഉണ്ടാക്കിയ കിച്ചൺ സെറ്റ് ആട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കിച്ചൺ സെറ്റൊക്കെ ഉണ്ടാക്കി നിങ്ങൾ പിക്ചേഴ്സ് അയച്ചു തന്നപ്പോൾ. അടുത്തതായിട്ട് നമ്മുടെ മിനി സന്തോഷ് ചേച്ചിയുടെ മോളുടെ അനന്യയുടെ 2 പിക്ചേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്, വളരെ സന്തോഷം അയച്ചു തന്നതിൽ. അടുത്തതായിട്ട് പിക്ചർ അയച്ചു തന്നിരിക്കുന്നത് സുപ്രിയ ഷിനോയാണ്. നമ്മുടെ സ്ഥിരം എപ്പോഴും കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. കപ്പോട്ടുള്ള ക്രാഫ്റ്റ് മുതൽ കൈ കൊണ്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളുടെ പേര് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ബീന എന്ന് പറഞ്ഞ ചേച്ചി അയച്ചു തന്നിരിക്കുന്നതാണ്. കുറേ ക്രാഫ്റ്റ്സൊക്കെ നമ്മുടെ ക്രിസ്മസ് സീരീസിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ ട്രൈ ചെയ്തിട്ടും അതുപോലെ പല ഐഡിയാസ് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടിയിട്ട് ട്രൈ ചെയ്തതിൻ്റെ കുറേയധികം പിക്ചേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുമ്പോൾ പിക്ചേഴ്സ് അയച്ച് തീർച്ചയായിട്ടും തന്നോളാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അയച്ചു തരണം കേട്ടോ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. നിങ്ങളതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളത് കണ്ടിട്ട് നല്ല ഇഷ്ടമായില്ലോ എന്നുള്ളതിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും അതുപോലെ ചാലഞ്ചിലെ ടാസ്കുകളൊക്കെ നിങ്ങൾ മറക്കാതെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ പിക്ചേഴ്സ് അയച്ചെന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.